ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ടല്ല CPM പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. മാധ്യമപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും കോൺഗ്രസിനെ പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. അതല്ല, ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ മെമ്പറായിട്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പ്രഭാഷണമൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ രസമുണ്ട്, നല്ല ഇമ്പവും ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസ്, നിങ്ങളും മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. പഞ്ചാബിൽ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മണ്ണ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണ, അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.06%. ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.04%. അവിടെ നിന്ന് UP-യിലേക്ക് എത്തുമ്പോ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ, പരസ്യവാചകം പോലെയാ. 0.01% കീടാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് 0.01% മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത്. ഷാനി പറയട്ടെ, MT രമേശ് പറയട്ടെ, മാധ്യമ നിരീക്ഷകർ പറയട്ടെ, ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു CPM പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞു ഈ തിരിച്ചുവരവിന്റെ സൂചനയെ പറ്റിയൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ സംസ്ഥാനങ്ങൾ തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും വിദൂരമായ സാധ്യതയെങ്കിലും നിങ്ങൾ നൽകുന്നുണ്ടോ? അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? വെസ്റ്റ് ബംഗാളിൽ 2006 176 സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് എത്രയാ? 0 സീറ്റ്. അങ്ങനെ ഒരു ഗതികേട് കേരളത്തിന് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസിനില്ല. 34 വർഷം നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് വട്ടപൂജ്യമാണ്. അവിടെ ഒന്നാമത്തെ കക്ഷി തൃണമൂൽ കോൺഗ്രസ്, രണ്ടാമത്തെ കക്ഷി BJP, അമിത്ഷായും നരേന്ദ്രമോദിയും കയറി നിരന്തരമായി ഫാഷിസ്റ്റ് വരവലുകൾ നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിരോധം നടത്താൻ കഴിയുന്നോ? പറയാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് MLA-മാരും MP-മാരും പോയതിനെ പറ്റി പറയുന്നു. ത്രിപുര ദീർഘകാലം നിങ്ങൾ ഭരിച്ച സംസ്ഥാനം, അവിടുത്തെ വോട്ടിംഗ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിയായിട്ട് തന്നെ 1% പാർട്ടിയായിട്ട് തന്നെ BJP-യിലേക്ക് പോയി. ഞങ്ങളുടെ ഏതാനും നേതാക്കന്മാരാ പോകുന്നത്. നിങ്ങളുടെ പാർട്ടി തന്നെ BJP-യിലേക്ക് കുത്തിയൊലിച്ചു പോയി. ബാക്കിയുള്ള ആളുകൾ ഇനി നിങ്ങൾ തിരിച്ചുവരവ് നടത്താൻ തീരുമാനിച്ചാൽ കേരളത്തിൽ കുഴിമന്തി വ്യാപാരം തകർന്നു പോകും. കാരണം ബാക്കിയുള്ള സഖാക്കന്മാർ കേരളത്തിൽ വന്ന് കുഴിമന്തി അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഏരിയ തലത്തിലൊക്കെയുള്ള ആളുകൾ എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇവിടെ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പറയുകയാണ്, എനിക്ക് ചില വിവരങ്ങളുണ്ട്, കുറെ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. സാർ, നിങ്ങൾക്ക് BJP പറ്റി ഇത്ര ആശങ്കയുണ്ടെങ്കിൽ ആരാണ് സാർ ഇന്ത്യയിൽ BJP-ക്ക് വളം വെച്ചു കൊടുത്തത്? ആരാണ് സാർ ഈ രാജ്യത്ത് BJP-ക്ക് വേണ്ടി വഴിവെട്ടി കൊടുത്തത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഈ രാജ്യത്ത് പഴയ ചരിത്രത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ VP സിംഗിന്റെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ പിന്നെ വ്യാഴാഴ്ച തോറുമുള്ള അത്താഴങ്ങളെ പറ്റി പറയേണ്ടി വരും. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. നിങ്ങൾ BJP-ക്ക് ആദ്യമായി ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നത് പുറത്തു നിന്നായാലും VP സിംഗ് മന്ത്രിസഭയാ. ആ VP സിംഗ് മന്ത്രിസഭ ഉണ്ടാക്കിയ ആളുകൾ നിങ്ങൾ കൂടി ചേർന്നിട്ടാ. അപ്പൊ BJP-ക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വഴിയിട്ട് കൊടുത്ത ആളുകൾ നിങ്ങളാണ്. ആ നിങ്ങളാണോ പറയുന്നത്? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഈ ഏറ്റവും ഒടുവിൽ UPA ഒന്നാം സർക്കാർ, നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ ഒന്നാം സർക്കാർ, ആ ഒന്നാം സർക്കാരിന്റെ കാലത്ത് ആണവ കരാറിന്റെ പേരിൽ നിങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു സാർ. അത് ശരി. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ എന്താ കീഴ്വഴക്കം? അതായത് കീഴ്വഴക്ക പ്രകാരം, കീഴ്വഴക്കമാണല്ലോ പലപ്പോഴും നമ്മുടെ പാർലമെന്ററി പ്രൊസീഡിംഗ്സിലെ പ്രധാനപ്പെട്ട സംഗതി. താങ്കൾ പാർലമെന്റ് അംഗമാണല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ആ കീഴ്വഴക്ക പ്രകാരം നിങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നുവെങ്കിൽ BJP-യുടെ പ്രതിനിധിയെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിനെ പ്രതിരോധിച്ചത് ഞങ്ങളാണ് സാർ. ഈ രാജ്യത്ത് BJP എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കിട്ടാവുന്ന പ്രതിപക്ഷ സംഘടനകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളല്ലേ സാർ ഈ കുളങ്കലക്കൽ ഏർപ്പാടുകൾ നടത്തുന്നത്?
ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 സീറ്റിലും തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയാമോ? തോറ്റത് ഞങ്ങളല്ല, ജനങ്ങളാണെന്ന് പറഞ്ഞ അത്ര വലിയ ന്യായീകരണമൊന്നും കേരളത്തിന്റെ സ്വപ്നത്തിൽ പോലും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ആ നിങ്ങളാണോ സാർ ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത്? പിന്നെ കുടുംബാധിപത്യത്തെ പറ്റിയൊക്കെ നമ്മളിപ്പോ പ്രത്യേകമായ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നതായിരിക്കും എല്ലാ തരത്തിലും താങ്കൾക്ക് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇനി നിൽക്കേണ്ട വലിയ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു അതിനോട് ബന്ധപ്പെടുത്താവുന്ന, അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മുടെ ചർച്ചയിലുണ്ട്. കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾ മുഴുവൻ CPM-നോടാവുന്നു, CPM ആശങ്ക പ്രകടിപ്പിക്കുന്നത് മുഴുവൻ കോൺഗ്രസിനെ കുറിച്ചാകുന്നു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് കോൺഗ്രസിനെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ആശങ്ക പ്രകടിപ്പിക്കേണ്ടതില്ലാത്തൊരു ദിവസമാണ് ഇത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ശരി രാഹുൽ, അതിനെ അങ്ങനെ കാണാം. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരാളിരുന്ന് നിശബ്ദമായി ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ശ്രീ MT രമേശ് പുഞ്ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടുവിരൽ ഉയർത്തുന്നു. BJP അജയ്യമായി മുന്നോട്ട് പോകുന്നു. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അജണ്ടകൾ വിട്ടുവീഴ്ചകളില്ലാതെ നടപ്പാക്കുന്നു. എവിടെയൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം അതിദ്രുതം തിരുത്താനും അതിനപ്പുറത്തേക്ക് ആവശ്യമുള്ളിടത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം പ്രയോഗിക്കാനും ഒരു മടിയും BJP കാണിക്കുന്നില്ല. അവൻ പറഞ്ഞ നേരാ. കോൺഗ്രസ് സ്വന്തം അവസ്ഥയും കോൺഗ്രസിന്റെ അവസ്ഥ കൊണ്ട് രാജ്യത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ അവസ്ഥയും തിരിച്ചറിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ചൂണ്ടുവിരൽ എങ്ങോട്ടാണ് നീളേണ്ടത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നിങ്ങളെ തിരുത്താനാവുക? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഷാനി, ഞാൻ ചർച്ചയുടെ ആദ്യ പാദം താങ്കൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യ പാദത്തിൽ എപ്പോഴെങ്കിലും CPIM എന്ന് പറയുന്ന ഒരു വാക്കെങ്കിലും ഉച്ചരിച്ചു. ഇതൊക്കെ എനിക്ക് ആദ്യ പാദത്തിൽ തന്നെ പറയാനുണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് അപ്പുറത്തിരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടായിട്ടും പറയുവാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു. അതൊന്നും പറയാതെ BJP ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വർഗീയ അജണ്ടകളെ പറ്റി ഞാൻ പറഞ്ഞു. സംഘടനാപരമായി ഞങ്ങൾക്കുണ്ടായ പിഴവുകളെ പറ്റി ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഈ ഫോറത്തിൽ വന്നിരുന്ന് പറയുവാൻ കഴിയുന്ന ഏറ്റവും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ജോൺ ബ്രിട്ടാസിനെ പോലെ ഇപ്പോൾ താങ്കളുടെ ഈ ഇടപെടൽ ജോൺ ബ്രിട്ടാസ് പറയുന്ന സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു അക്ഷരം പോലും ജോൺ ബ്രിട്ടാസിനോ CPIM-നെതിരായിട്ടോ പറയില്ലായിരുന്നു. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ രുചിയാ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഷാനിക്ക് എത്ര വേണമെങ്കിലും വിമർശിക്കാം മാധ്യമ പ്രവർത്തകയുടെ കുപ്പായം ഇട്ടുകൊണ്ട്. ഇവിടെ MT രമേശ് വിജയിച്ചു നിൽക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വിമർശിക്കട്ടെ, പരിഹസിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട ഒരാൾ ഞങ്ങളെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ നേതാവിന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് അടിച്ച് പിന്നെ പോക്കറ്റിൽ കുത്തുന്ന ബാഡ്ജ് വരെ അടിച്ച് പാർലമെന്റിലേക്ക് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ നേതാവിനെ ആക്ഷേപിക്കുമ്പോൾ അപ്പൊ അതിനുശേഷം ഞാൻ നിശബ്ദമായി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഒരല്പം ദുരാഗ്രഹമായിരിക്കും. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.